വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഇന്ന് വെൽക്കം പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. ഇപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റലില് ഡേ 1 എന്ന് പറയാം. ഞങ്ങളിപ്പോൾ എത്തിയിട്ട് കുറച്ച് നേരമായി. കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഭയാനകമായിരുന്നു കോവിഡ് ടെസ്റ്റ്. ഞാൻ കിടന്ന് വിരലി കൊണ്ട് ഇതിനകത്തോട് ഇങ്ങനെ ഒരു നീളത്തിലൊരു സാധനം കുത്തി ഇറക്കി നല്ലോണം എനിക്കിങ്ങനെ അകത്തൂടെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഇതിലേക്കൂടെ ഒക്കെ വന്ന് ഞാനിങ്ങനെ ബലം പിടിക്കരുതെന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. കുറേ ബലമൊക്കെ പിടിച്ച് കണ്ണിൽ നിന്നും ഒക്കെ വെള്ളം വന്ന് മുക്കിൽ നിന്നും വെള്ളം വന്ന ഒരു പരുവായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിരിക്കുക. ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞു. മുരളിയുടെ എന്തേ ചോറിനോണ്ടിരിക്കുക കാണിക്കാവേ. കഴിഞ്ഞത് കാലി പാത്രമാണ്. ഇങ്ങനെയാണ് ചോറ് എടുക്കുക. അതെ, മുരളിയുടെ എന്തേ ഫുൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് വേസ്റ്റ്. അതെ, ഫുഡ് ഉഗ്ര ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. മുരളിയുടെ ചോറാ കഴിച്ച്. ഞാൻ നല്ല ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ട്. പേഷ്യന്റിന് അവര് മീൽസും ഇങ്ങനത്തെ കൊടുക്കും, ബിരിയാണി ഒന്നും കൊടുക്കില്ല. ബൈസ്റ്റാൻഡർ എന്ത് വേണേലും പറയാന്നതിന്റെ പേരില് ബൈസ്റ്റാൻഡറിന്റെ ഫുഡ് ഞാൻ കഴിച്ചു. എന്റെ ഫുഡ് മുരളിയേടൻ കഴിച്ചു. അതിന് നാളെ എനിക്കൊന്നും കഴിക്കാം എന്ന് പറയുന്നത് ഇഷ്ടമല്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിഷ എന്ന് പറയാം. മുരളിയേടൻ എപ്പോഴും നിഷ പ്രേം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഫുൾ നെയിം പറയുന്നത് ഇഷ്ടമല്ല. നിഷ പ്രേം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫുൾ നെയിം പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് വീട്ടിൽ വിളിക്കുന്ന ചിക്കു എന്നാണ്. അതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലായതിന്റെ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വെറുതെ ഒന്ന് ക്യാമറ വെച്ച് എന്റെ ഒരു മനസ്സിനൊരു റിലാക്സേഷന് വേണ്ടി ഞാൻ വെറുതെ വീഡിയോ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ആലോചിച്ചിട്ട് ഇടുന്ന എനിക്ക് വട്ടാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന. അപ്പം മുരളിയേട്ടൻ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് വന്നുകൊണ്ട് ചിക്കു എന്ന് പറഞ്ഞ എല്ലാവരും എന്നെ ചിക്കു എന്ന് വിളിച്ചോ. ഒച്ച കബീഷ് ബന്ദില ഒക്കെ പറയുന്നവരെ ഒരു കോമിക് ക്യാരക്ടറായിരുന്നു ചിക്കു. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചിക്കു. അതിനാണ് ഈ കളിയാക്കുന്നത്. എനിക്കൊന്ന് ജന്മന ചിക്കനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടായിരിക്കും. എനിക്കല്ല ചിക്കു എന്നല്ല, അങ്ങനല്ല. എനിക്ക് പപ്പ ആദ്യം ചക്കി എന്നാണ് പേരിട്ടത്. അത് പിന്നെ എനിക്കെന്തോ അമ്മ പറഞ്ഞ് മാറ്റി ചിക്കു എന്നാക്കിയതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചിക്കു അല്ല. ഞാൻ പറഞ്ഞ തന്നെ ചിക്കൻ ബിരിയാണി ജന്മന ഏത് നേരം ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ചിക്കു ആയതാണ് എന്റെ ഒരു വിശ്വാസം. അതെ അതെ. ഇനി ആരും ചിക്കു എന്ന് കയറി വിളിക്കരുത് കേട്ടോ. എനിക്ക് ചിക്കു എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ 4 മണിക്കത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്തായിരുന്നു സിസ്റ്റർ ECG ഒക്കെ നോക്കാൻ വന്നു. രാവിലെ വന്നോണ്ടേ പിന്നെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ചെറിയ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങള്, പിന്നെ അതാണ്ട് ഇതൊക്കെ കയ്യിൽ കെട്ടി. പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ ECG അങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെ റൂമിൽ തന്നെ വന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ വർത്താനൊക്കെ പറഞ്ഞു വിട്ടിരുന്നു. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് അതാണ്ട് കറക്റ്റ് 4 മണിയായപ്പോൾ ചായ എത്തി. ബൈസ്റ്റാൻഡറിന് 5 നേരത്തെ ഫുഡ് കിട്ടും. പക്ഷെ ബൈസ്റ്റാൻഡറിനല്ല, പേഷ്യന്റിന് 5 നേരത്തെ ഫുഡ് കിട്ടും. 5 നേരത്തെ ഫുഡല്ല, രാവിലെ ബെഡ് കോഫി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, ഈവനിങ് 4 മണിക്ക് ചായ, ബിസ്ക്കറ്റ്, ആരോ റൂട്ട് ബിസ്ക്കറ്റ്, പിന്നെ ഡിന്നർ. 5 നേരമായില്ലേ? 5 നേരത്തെ ഫുഡ് കിട്ടും. അത് തലേദിവസം വന്ന് ചോദിക്കും, പിറ്റേ ദിവസം എന്തൊക്കെയാ വേണ്ടിയെന്നൊക്കെ അവൻ ചോദിക്കും. ബൈസ്റ്റാൻഡർ റൂമിൽ തന്നെ കൊണ്ടുപോയി നമ്മൾ എന്താ വേണ്ടിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇപ്പൊ വീഡിയോ രാവിലെയാണ് പോസ്റ്റ് ചെയ്തത്. വെനസ്ഡേ രാവിലെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു എന്തായിരുന്നു, എന്തിനാണെന്ന് ഹോസ്പിറ്റലിൽ വന്ന എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. ഞാൻ മെസ്സേജ് റിപ്ലൈ അയച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു മെസ്സേജ്. മുട്ടിനാണ് കേട്ടോ പ്രശ്നം. മുട്ടുവേദനയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ട എനിക്ക് സ്ഥിരം പ്രശ്നമുള്ളതാണ്. ഒരു കുറച്ച് നാളുകളായിട്ട്, ഒരു 2-3 വർഷമായിട്ട് മുട്ട നല്ല പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും മുട്ടുവേദന നന്നായിട്ട് കൂടി. അപ്പൊ ഒരു ചെറിയൊരു പ്രൊസീജിയർ, ഒരു ഇഞ്ചക്ഷനും അതിന്റെ ഒരു ആർത്രോസ്കോപ്പി, അങ്ങനെ ഒരു ചെറിയ പ്രൊസീജിയറൊക്കെ ചെയ്ത് ഒന്ന് ശരിപ്പെടുത്താനാണ്. തൽക്കാലം മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. ഒത്തിരി മൂവ്മെന്റ്സ് ഒന്നും ചെയ്യുന്നത് ഇവിടെ നാട്ടിൽ വരുമ്പോ നമുക്ക് സ്റ്റെപ്പ് കുറച്ച് കയറി ഇറങ്ങുന്നതിനൊക്കെ ആയിരിക്കും ശകലം കൂടി. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു സർജറി ചെയ്ത് അതൊരു 6 മാസമൊക്കെ അതിന്റെ എഫക്ട് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ അത് കഴിഞ്ഞിപ്പോ 1 വർഷമായി ഏകദേശം. എന്നാലിപ്പോ നല്ല വേദന ഉണ്ടായിരുന്നു. 1 മാസമായിട്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര വേദനയാണ്. അങ്ങനെ ഇപ്പം ഇവിടെ ഞങ്ങള് ട്രിവാൻഡ്രത്തായിരുന്നു, എല്ലാവരും ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഭയങ്കരമായിട്ട് വേദന കൂടി. അവിടെ ഒന്ന് കാണിച്ചു, ട്രിവാൻഡ്രത്തെ കോസ്മോയിൽ കാണിച്ചതാണ്. പിന്നെയും ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പം ഷാർജയിൽ ഞാൻ സർജറി ചെയ്ത് ഡോക്ടറിന് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചപ്പം ആ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത് ഇവിടെ ലേക്ക് ഷോറിൽ ഡോക്ടറിനെ കാണിക്കാനായിട്ട്. അങ്ങനെയാണ് പിന്നെ കാറിലിങ്ങനെ കിടന്ന് ഒക്കെ എങ്ങനെയൊക്കെയോ എറണാകുളത്ത് എത്തി. വെളുപ്പിനെ തന്നെ മുരളിയേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ ഇവിടുന്ന് വെളുപ്പിനെ ആകുമ്പോൾ പെട്ടെന്ന് എത്താമല്ലോ. അങ്ങനെ കിടന്നൊക്കെ എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് എറണാകുളത്തോട്ട് വന്ന് നേരെ വരുന്ന വഴിക്ക് തന്നെ ലേക്ക് ഷോറിൽ കയറി കാണിച്ച്. അപ്പം ഇങ്ങനെ പോലെ സർജറി ഒക്കെ തീരുമാനിച്ചു കാണിച്ചപ്പോഴത്തേക്കും. അങ്ങനെയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വരെ എത്തിയ കഥ.
പിന്നെന്താണ് അങ്ങനെ ഇപ്പം സർജറി ചെയ്യാൻ പോവാണ്. ഇതൊരു ചെറിയ സർജറിയാണ്, ഒരു 1.5 മണിക്കൂറിന്റെ ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ. 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. ഇപ്പൊ വെനസ്ഡേ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തി, ഫ്രൈഡേ ഡിസ്ചാർജ് ആവും. അങ്ങനെ ഒരു ചെറിയ പരിപാടി. അത് കഴിഞ്ഞ് 1-2 ആഴ്ച റെസ്റ്റാ പറഞ്ഞേക്കുന്നത്. അത്രേ ഉള്ളൂ പരിപാടി എന്നാണ് തോന്നുന്നത്. സിസ്റ്റർ വന്ന് നഖമൊക്കെ വെട്ടാൻ പറഞ്ഞു. കാലിലെയും കയ്യിലെയും ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന കയ്യിലെ ആ നഖം, കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന കയ്യിലെ നഖം വെട്ടാൻ പോവാട്ടോ. നെയിൽ പോളിഷ് ഒന്നും ഇടാറില്ല, എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലെ നഖമൊക്കെ ഒടിഞ്ഞു പോകും. എന്നാലും വെട്ടിക്കളയുമ്പോഴത്തേക്കും ഒരു വിഷമം. എന്നാലും ഇപ്പൊ എല്ലാം വെട്ടി പരത്താൻ പോവാണ്. എല്ലാം ഷോർട്ട്. ഞാൻ റൈറ്റ് ഹാൻഡില് എപ്പോഴും ഇങ്ങനെ തന്നെ ഷോർട്ടാക്കി തന്നെ വെച്ചേക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡിലാണ് വെട്ടി ഷേപ്പൊക്കെ ആക്കി വെച്ചിരുന്നത്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെട്ടാൻ പറഞ്ഞു, കാലിലെയും കയ്യിലെയും എല്ലാം. അതെല്ലാം വെട്ടാൻ പോവാം. പിന്നെ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഹോസ്പിറ്റലിൽ റൂമിനകത്ത് വന്ന് കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് വന്ന ഉടനെ ആദ്യത്തെ പണി കാലനക്കാൻ വയ്യെങ്കിലും റൂമെല്ലാം സാനിറ്റൈസ് ചെയ്ത് എടുക്കലായിരുന്നു എൻ്റെ ആദ്യത്തെ പണി കേട്ടോ. ബാത്റൂമും റൂമും എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെട്ടിയിൽ പാക്ക് ചെയ്യാൻ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെറ്റോൾ വൈപ്സും സാനിറ്റൈസറും ഒക്കെയാണ് മെയിനായിട്ട് എടുത്ത് വെച്ചത്. ഞാൻ എല്ലായിടവും ഒന്ന് വീണ്ടും സാനിറ്റൈസറും വൈപ്സും ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുമായിരുന്നു. എന്നിട്ട് എല്ലായിടത്തും ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കി എല്ലായിടവും ആദ്യം സ്വിച്ചും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കി എടുത്തിട്ട് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു വെച്ചു. ഇത് വൈകുന്നേരം ഒരു 6 മണി സമയത്ത് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലോട്ടുള്ള വ്യൂ ആട്ടോ. സമയം രാത്രി 8 മണി. ഡിന്നർ ടൈമായി. 7:30 ആയപ്പോഴത്തേക്കും രാത്രിയിലത്തെ ഫുഡൊക്കെ എത്തി. ഞങ്ങൾ ഇന്ന് പറഞ്ഞേക്കുന്നത് ചപ്പാത്തി, ചിക്കൻ കറി, പൊറോട്ട, ഗ്രീൻ പീസ് കറി. അപ്പൊ ഇത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാ. 7:30 ആയപ്പോഴേ വന്നു. പിന്നെ ഒരു 8 മണിയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അത് ചപ്പാത്തി, ചിക്കൻ കറി, പൊറോട്ട, ഈ പാത്രത്തിൽ ഗ്രീൻ പീസ് കറി അല്ലേ. നേരത്തെ കഴിക്കണം, കാരണം നാളെ ഉച്ചയ്ക്കേ ഉള്ളൂ സർജറി. അപ്പം 6 മണിക്ക് മുമ്പേ എന്നോട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ 5:30 ബെഡ് കോഫിയുടെ കൂടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എന്തോ ഉപ്മാവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ രാവിലെ എനിക്ക് 5:30 ഫുഡ് കഴിക്കണം. പിന്നെ 6 മണിക്ക് ശേഷം ഒന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. വെള്ളം മാത്രം കുടിക്കുക. ഒരു 10 മണി വരെ വെള്ളം മാത്രം കുടിക്കാം. 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ പാടില്ല. ഗ്രീൻ പീസ് കറി കണ്ടിട്ട് നല്ല രസമുണ്ട്. നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല ഗ്രീൻ പീസ് കറിയാന്ന് തോന്നുന്നു. ചിക്കൻ കറി കണ്ടിട്ട് കണ്ടില്ലേ, നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ ലുക്കൊക്കെ ഉണ്ട്. ഇനി കഴിക്കട്ടെ. ഉറങ്ങാൻ പോവാ. അങ്ങനെ ഹോസ്പിറ്റൽ ഡേ 1 കഴിഞ്ഞു. 10 മണിയായി കേട്ടോ സമയം. ഇപ്പോഴെങ്കിലും കിടന്നാലേ രാവിലെ 5:30 എഴുന്നേറ്റ് കാപ്പിയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തീർത്ത് റെഡിയാവാൻ പറ്റുള്ളൂ. ഇനിയിപ്പം എൻ്റെ രാത്രിയിലത്തെ മരുന്ന് കഴിപ്പും ഡയറി എഴുത്തൊക്കെ കഴിഞ്ഞ് കിടക്കണം. ഉറക്കം വരുന്നില്ല ശരിക്കും. എന്നാലും കിടന്നല്ലേ. മുള്ളിയുടെ എന്താണ് ഇവിടെ നന്നായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുക. കണ്ടല്ലോ ഉറക്കം തൂങ്ങിയിരിക്കുന്നത്. അപ്പൊ ശരി. ഹായ്, ഇന്ന് ഡേ 2 ആകാട്ടോ, സർജറിയുടെ ദിവസം. ഇപ്പൊ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. സർജറി ഇടാനുള്ള ഓപ്പറേഷൻ തിയേറ്ററിലത്തെ ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 12:30 ആകുമ്പോഴേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 11:30 കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി. രാവിലെ കാലിലൊക്കെ വന്ന് മാർക്കറൊക്കെ വെച്ചിട്ട് വരച്ചൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഡോക്ടറിന് തിയേറ്ററിൽ കാൽ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് ലെഫ്റ്റ് ലെഗ്. അപ്പൊ കാലൊക്കെ മാർക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ രാവിലെ ഇനിയിപ്പോ 10 മണി വരെ എനിക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടിരിപ്പുണ്ട്. 10 മണി വരെ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കാരണം 10 മണി കഴിഞ്ഞായിരിക്കും എനിക്ക് ദാഹിക്കാൻ തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മാക്സിമം വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. പുള്ളിയുടെ കുളിയൊക്കെ കഴിഞ്ഞിവിടെ റെഡി ആയിട്ടിരിക്കുക. മുട്ടിന്റെ സർജറി എന്താന്ന് വെച്ചാല് ഇതിന്റെ പ്രൊസീജിയറിന്റെ പേരെന്ന് പറയുന്നത് SVF എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്യുന്നത്. SVF വിത്ത് ആർത്രോസ്കോപ്പിയാണ് ചെയ്യുന്നത്. ഇതിപ്പം എന്റെ മുട്ട് കുറെ നാളായിട്ട് എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളത് കാരണം കുറെ നാളായിട്ട് മുട്ടിന് കുറെ പ്രശ്നമുണ്ട്. അപ്പം 1 വർഷം മുന്നേ PRP എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തതാണ്. അത് ഏകദേശം ഒരു 6 മാസം വരെയൊക്കെ അതിന്റെ ഒരു എഫക്ട് നിൽക്കത്തുള്ളൂ. ഇപ്പൊ 1 വർഷമായി ചെയ്തിട്ട്.
പിന്നെ ഇതിപ്പം ഫൈനലായിട്ടൊരു നീ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ഇപ്പോഴേ ചെയ്യാനും പറ്റത്തില്ല, കുറച്ചുകൂടെ പ്രായമായിട്ട് നീ റീപ്ലേസ്മെന്റ് ചെയ്താൽ മതി എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പം മാക്സിമം ഇങ്ങനത്തെ ഈ പരിപാടികളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതും കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ എനിക്ക് അധികം പെയിൻ കില്ലേഴ്സും കഴിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് കുറെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് വേദന ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ പെയിൻ കില്ലേഴ്സും അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതും പ്രശ്നമാണ്. അപ്പം ഇതൊന്ന് ചെയ്താൽ കുറച്ച് നാൾ എഫക്റ്റീവ് ആയിരിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം ഈ ഒരു SVF എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ നീ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ എഫക്റ്റ് എന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അറിയായിരിക്കും എങ്ങനെയാണ് എഫക്റ്റീവ് ആവോ ഇല്ലേ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ അധികം ഒത്തിരി നമ്മൾ ഇങ്ങനെ ചാടാനും ഓടാനും ഒന്നും പാടില്ല ഇത് കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ അധികം ഒരു വർഷമായിട്ട് ഞാൻ വലിയ ഡാൻസ്, ഓട്ടം അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. ഞാൻ ഇപ്പൊ തറയിൽ ഇരിക്കാറില്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മുട്ട് പ്രശ്നമുള്ളവർക്ക്. 12:30 ഒക്കെ ആകുമ്പോൾ സർജറി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 11:30 ആകുമ്പോൾ റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് നമുക്ക് കാണാം. നിഷ റെഡിയായി കഴിഞ്ഞു, സർജറിക്കൊക്കെ പോവാൻ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. തലയില് തൊപ്പിയും ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. മതി ഉരുളേട്ടെന്താ ഞാൻ മോഡലിങ്ങിനൊക്കെ നിൽക്കുന്ന പോലെ തന്നെ അടിപൊളി എടുത്തോണ്ടിരിക്കുന്നത്. വെളിയിൽ അവര് സ്ട്രെച്ചറൊക്കെ ആയിട്ട് വന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി, ഇനി സർജറി കഴിഞ്ഞ് കാണാവേ, ബൈ. നിഷ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഹാഫ് സ്ലീപ്പിലെ വെളിവില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പകുതിയും മനസ്സിലാവുന്നില്ല. നോക്കി ഒരു ഹായ് പറഞ്ഞേ. കണ്ടല്ലോ, അപ്പൊ എങ്ങനെയുണ്ട്? വേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? അതവര് ഈ സ്കോപ്പൊക്കെ ഇട്ടല്ലേ, അത് 2 ദിവസം എടുക്കും മാറാനായിട്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പുള്ളി അതൊരു ബാൻഡേജ് ഇട്ടിരിക്കുക, ഒരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, അതിന്റെ പുറത്ത് ഒരു ഐസ് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. തിരിച്ചേ ഒന്നൂടെ അതെ. വീണ്ടും ഞാൻ നിഷയെ കാണിക്കുവാണ്. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രോക്കൊക്കെ ഫിറ്റ് ചെയ്ത് കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ നേരത്തേലും കുറച്ചുകൂടെയൊക്കെ ബോധം വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഛർദിച്ച് ഇവിടെ എല്ലാം കുളവാക്കി 2 പ്രാവശ്യം ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. എഴുന്നേറ്റ് ഇച്ചിരി വെള്ളം ചായയൊക്കെ കുടിക്കാൻ ഡോക്ടറും സിസ്റ്ററും ഒക്കെ വന്ന് പറഞ്ഞ് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ ഛർദിച്ചു. നിഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞ കേൾക്കത്തില്ല കേട്ടോ. ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും. കിടന്നോണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യും. പ്രത്യേകതകളൊക്കെ വെള്ളം കുടിച്ചില്ല. ഛർദിക്കാൻ ഭയങ്കരമായിട്ട് അനസ്തേഷ്യയുടെ ഇതിൽ ഛർദിക്കാൻ വന്ന പിന്നെ അവരിപ്പോൾ ഇഞ്ചക്ഷൻ തന്നു. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഛർദിൽ മാറും എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനൊക്കെ തന്നേക്കുക. കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. ദോശയൊക്കെ വന്നിരിപ്പുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, വിശക്കൊന്നുമില്ല. നോക്കാം. ശരി, ബൈ ബൈ. നിഷ ഇങ്ങനെ വോക്കറിൽ വരുന്നുണ്ടോ? ഛർദിച്ച് കഴിഞ്ഞാൽ എനർജി എല്ലാം പോയി. ദോശയൊന്നും കഴിച്ചിട്ട് എനർജി തിരിച്ചു കിട്ടുന്നില്ല. മിണ്ടാനുള്ള എനർജി ഒന്നും ഇല്ല. അത് കാരണം നാളെ ആകുമ്പോ എനർജി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വർത്താനം പറയാവേ. ഇത് തീരെ എനർജി ഇല്ല. കുളിയെല്ലാം കഴിഞ്ഞ് കോൾഡ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കാലൊക്കെ കെട്ടി വെച്ചിട്ടാ കുളിച്ചത്. നനയ്ക്കരുതെന്ന് പറഞ്ഞു. ഇനി കുളി കഴിഞ്ഞ് സിസ്റ്ററിനെ വിളിക്കണം ഒന്ന് കെട്ടിത്തരാൻ. കുളിച്ച് കഴിഞ്ഞ് ക്ഷീണത്തിൽ ഒരു കോൾഡ് കോഫി പറഞ്ഞു. പക്ഷെ സൂപ്പർ ആട്ടോ ഇവരുടെ കോൾഡ് കോഫി. കോഫി ബറി എന്ന് പറഞ്ഞൊരു കഫേ ഇവിടുത്തെ ക്യാൻറ്റീനൊക്കെ നടത്തുന്ന ഉഗ്രനാ ഫുഡും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാറായി. 3ാമത്തെ ദിവസം. ഇപ്പൊ സമയം ഏകദേശം 1:30 ആയെന്ന് തോന്നുന്നു.
ഞാൻ ഹോസ്പിറ്റലില് ബൈ ബൈ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിനോട് തൽക്കാലം ബൈ ബൈ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ട് പോവാ കേട്ടോ. ഇപ്പൊ മാറ്റി എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ടാണ് ഇപ്പോഴത്തെ നടപ്പ്. ഇനി അടുത്ത റിവ്യൂ വരെ ഈ സ്റ്റിക്കുമായിട്ട് നടക്കാനാ പറഞ്ഞേക്കുന്നേ. തേഴ്സ്ഡേ ആണ് റിവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ട്രാവലിങ്ങിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ട്രാവലിങ്ങിനൊന്നും കുഴപ്പമില്ല, യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ സ്റ്റിക്ക് വെച്ചിട്ട് തൽക്കാലം നടന്നു. ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു. ഇരിക്കുമ്പോ മാത്രം കാലിങ്ങനെ സാധാരണ ഇരിക്കരുത്, കാല് നീട്ടി വെച്ചിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നിൽക്കാനും നടക്കാനൊന്നും പാടില്ല. തൽക്കാലം ഒരാഴ്ച സ്റ്റിക്ക് ഒക്കെ വെച്ച് നടന്ന് കുറച്ചൊന്ന് ശരിയാവുന്നവർ, അത് കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ, റെസ്റ്റ് ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വ്ളോഗിനോടും ഒരു ബൈ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വേറെ നല്ലൊരു എനർജറ്റിക് വ്ളോഗുമായിട്ട് കാണാം. ബൈ.